മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ശരിവെച്ച ഉത്തരവിലാണ് പരാമർശം. ഹൈക്കോടതി നിലപാടിനെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുനമ്പം സമരസമിതിയും സ്വാഗതം ചെയ്തു. ആവശ്യമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് വഖഫ് ബോർഡിന്റെ പ്രതികരണം. 1950 ആധാരപ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫിന് വിട്ടു നൽകിയിട്ടുള്ളതല്ല. ഫറൂഖ് കോളേജിനുള്ള ഇഷ്ടദാനമാണ്. ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരവും ആധാരത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമിയല്ലെന്ന നിലപാടാണ് ജസ്റ്റിസുമാരായ SI ധർമാധികാരി VS ശ്യാംകുമാർ എന്നിവർ സ്വീകരിച്ചത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കോടതി നിലപാട് മുനമ്പത്തെ പ്രതിസന്ധി ഒഴിവാക്കുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. ഏതായാലും ഇപ്പോഴത്തെ വിധി, ഈ ഡിവിഷൻ ബെഞ്ച് വിധി മുഴുവൻ ശരിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ റിപ്പോർട്ടിന് പോലും പ്രസക്തി നഷ്ടപ്പെടും. കരുതിയാൽ വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ മുനമ്പ ജനങ്ങൾ സംരക്ഷിക്കപ്പെടും. യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അനുകൂലമാണ് വിധി. എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമാണ് വിധി. റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു തരണമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി. എത്രയും പെട്ടെന്ന് ജഡ്ജ്മെന്റിന്റെ കോപ്പി കൊച്ചി തഹസിൽദാർക്ക് കൊടുത്തുകൊണ്ട് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രത്യാശാഭരിതമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കോടതി വിധി പഠിച്ച ശേഷം മേൽക്കോടതികളെ സമീപിക്കുന്നത് ആലോചിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വ്യക്തമാക്കി. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം 363 ദിവസത്തിലേക്ക് കടന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.